എന്താ ഗുണമെന്നറിയാവോ? അടി കിട്ടിയതിന് ശേഷം അയ്യോ എൻ്റെ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പഴയ കാലങ്ങൾ എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കൂപ്പി കാറിയിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് എന്താ, ഇന്ന് തന്നെ മനസ്സിനെ പഠിപ്പിക്കണം. എന്താണ്? മത്തായി 24:25 വായിച്ചോളൂ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതാണ്, മുൻകൂട്ടി ഓരോ കാര്യം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? ആ സമയമാകുമ്പോൾ നമ്മൾ പിടച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ആദ്യമേ നമ്മൾ ഈശോ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു അണ്ടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ അവസാനം വരെ 2 സ്ഥലത്തിന് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടാണ് വചനം പറയുന്നത്. ഇപ്പോൾ വചനത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വചനം ജീവിതം തന്നെയാണേ. നമ്മുടെ ഇൻസിഡൻ്റ് ആൻഡ് ഈവൻ്റ് സംഭവിക്കുന്നത് എവിടെയാണ്? ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭവം. ഒരു സംഭവം നടക്കുന്നത് എവിടെയാണ്? ടൈം ആൻഡ് സ്പേസിലാണ് നടക്കുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾ ധ്യാനം കൂടുന്നു, എവിടെ കൂടുന്നു? എൻ്റെ സ്പേസ് എന്താണ്? കൃപാസനത്തിൽ. ടൈം എന്താ? നവംബർ 2 പരിതാത്മക്കളുടെ ദിവസം, അതാണ് ടൈം. അപ്പോൾ എല്ലാ സംഭവത്തിനും സ്പേസും ടൈമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും സ്പേസും ടൈമുണ്ട്. ദൈവം എന്ത് ചെയ്യും? ടൈമും ഗ്യാരണ്ടി ചെയ്യും, സ്പേസും ഗ്യാരണ്ടി ചെയ്യും. എന്തുകൊണ്ട്? തൻ്റെ സാന്നിധ്യം കൊണ്ട്. പഴയ നിയമത്തിൽ നമ്മുടെ സ്പേസാണ് ഗ്യാരണ്ടി ചെയ്യണത്. ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. വേർ ടൈം സ്പേസാണത്, അല്ലേ? നീ പോകുന്ന ഇടത്ത് എല്ലാം ഇടം സ്ഥലം. ഇപ്പം ഈ ജോഷുവ 1:9 നമ്മുടെ പ്രധാനപ്പെട്ട വചനമാണ്. പുറപ്പാട് 33:14 നമ്മുടെ പ്രധാനപ്പെട്ട വചനമാണ്. എന്താണ് വചനം? നീ പോകുന്നിടത്തെല്ലാം, അപ്പം സ്ഥലമാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. പുതിയ നിയമം, അത് പഴയ നിയമം. പുതിയ നിയമം എന്താ പറയണത്? ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ കാലം, അവിടെ കാലമാണ്. ഓരോരുത്തർ സ്ഥലവും ഓരോരുത്തർ കാലവുമാണ്. സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ജീവിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ അപ്പനുണ്ടാകത്തില്ല ഒരു കാലത്ത്, അമ്മയുണ്ടാകത്തില്ല, ഭർത്താവ് ഉണ്ടാകത്തില്ല, ഭാര്യ ഉണ്ടാകത്തില്ല, പക്ഷേ ദൈവം ഉണ്ടാവും. കൈയടിക്കട്ടെ. ഒന്ന് ഉടമ്പടി വിശ്വസിക്കണം. ഉടമ്പടി അതിൽ തന്നെ ഒരു പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ കർത്താവിനോട് ചെയ്ത ഉടമ്പടി എന്നെ സംരക്ഷിക്കും. രണ്ടാമത്തത്, നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിക്കണം. ഇപ്പം ഗോകുകൃഷ്ണയുടെ സംഭവം എന്താ? അച്ഛൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ചില സമയത്ത് ജീവിതത്തിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവൾ വീട്ടിൽ വരുമ്പോൾ, ഒത്തിരി ആവേശത്തോടെ വീട്ടിൽ വരുമ്പോൾ അപ്പൻ വെള്ളമടിച്ച് വെളിവില്ലാതെ നിൽക്കുകയാണ്, അമ്മ ക്ഷീണമായിട്ട് കിടക്കുകയാണ്. കെയർ ചെയ്യാൻ നോബഡി. അപ്പം അത് ആ പ്രായത്തിൽ ആ അവസ്ഥ കണ്ട് നമ്മൾ പൊട്ടിത്തെറിക്കുകയും നിരാശ വരികയും സങ്കടമാകുകയും ചെയ്യും. പക്ഷേ എന്താ വിഷയം? ഇവിടെ ഉടമ്പടിയിലായതുകൊണ്ടും ആന്തരിക അഭിഷേകം പ്രാപിച്ചവരാണ് ഇവർ. കാര്യം ആന്തരിക അഭിഷേകം പ്രാപിക്കാൻ കാരണം, ആന്തരിക അഭിഷേകം പ്രാപിക്കണം. ഇപ്പോൾ ഇവൾ തന്നെയാണെങ്കിലും ഈ പ്രായത്തിൽ ആ കൊല്ലത്തുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുക്കും.
നോൺ ക്രിസ്ത്യൻസിനാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? ക്രിസ്തു എൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് തരണത്. ഇതാണ് സംഭവം. ഇത് കേൾക്കണ ക്രിസ്തുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓരോരുത്തർക്കും ഈ പത്രം കൊടുത്തിട്ട് ഇവിടെ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് തരണത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ വീട്ടുകാരുടെ അവസ്ഥയല്ല, അത് കേൾക്കണ ക്രിസ്തുവിൻ്റെ അവസ്ഥ നോക്കണം. അപ്പോൾ ക്രിസ്തു അവരിൽ വിശ്വസിക്കുന്നു. ഒരിക്കൽ ഇവൾ അമ്മയോട് ചോദിക്കുകയെ, അവളുടെ അമ്മയല്ല, എപ്പോഴും അവളുടെ അമ്മ ഈ പരിശുദ്ധ അമ്മയോട് എപ്പോഴും ഗൗകുൽ കൃഷ്ണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതെന്ന് ചോദിക്കും. എങ്ങനെയാണ് അമ്മ? സ്വന്തം മകനല്ലേ, സ്വന്തം മകൻ ഇങ്ങനെ നഗ്നനായി ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ട് അതിന് ചുവട്ടിൽ അമ്മ എങ്ങനെ നിന്നു എന്നെപ്പോഴും ഇവിടെ അമ്മയോട് ചോദിക്കും. പിന്നീട് ഒരു ദിവസം ഇവൾക്ക് തന്നെ ചില നമുക്ക് ദൈവത്തിൻ്റെ ദൈവം ദൈവം നമ്മൾ ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചില പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് പറയത്തില്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ സാറ് പറയും, അതിൻ്റെ ഉത്തരവും പറയും. അങ്ങനെ ദൈവം ചെയ്യത്തില്ല. ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചാൽ ആ കറസ്പോണ്ടിങ് അനുഭവത്തിലൂടെ ദൈവം നമ്മളോട് കൊണ്ടുപോകും. അപ്പോഴേ ഈ വീട്ടിൽ അമ്മ കിടപ്പാകുകയും അപ്പൻ ഇങ്ങനെ ഡ്രങ്കടായിട്ട് നിൽക്കുകയും ഇവൾ ഓഫായി മാറുകയും ഇവൾ 5 ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് വന്നിട്ട് ഇവളുടെ കാര്യം തിരക്കാൻ ആർക്കും പറ്റാതിരിക്കുകയും ഇവളിങ്ങനെ ലെഫ്റ്റ് ആയിപ്പോകണം ചെയ്യുന്ന സമയത്ത് ഇവളെങ്ങനെ നയിക്കപ്പെട്ടു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലാണ് പിടിച്ചു നിൽക്കണത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ പിടിച്ചു നിന്നത് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെയായിരിക്കും അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ പിടിച്ചു നിന്നത്. കണ്ട, അവർ തന്നെ ചോദ്യം ഉണ്ടാക്കി, ആ ചോദ്യം ഉന്നയിച്ച കർത്താവ് തന്നെ അവരെ ആ സെയിം സിറ്റുവേഷനോട് യോജിക്കുന്ന വിഷയത്തിൽ കൊണ്ടുപോയിക്കൊണ്ട് ദൈവം അവരെല്ലാവരും ദൈവത്തിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 6:45 യോഹന്നാൻ്റെ സുവിശേഷം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു സാധനം വേസ്റ്റ് ആയിട്ട് സംഭവിക്കണതല്ല, കാഷ്വലായിട്ട് സംഭവിക്കണതല്ല, ആക്സിഡൻ്റലായിട്ട് സംഭവിക്കണതല്ല. എല്ലാം വളരെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും നീ ക്രിസ്തുവിനെ കക്ഷിയാക്കി കഴിയുമ്പോൾ അതെന്ത് സംഭവിച്ചു, എന്തിനു സംഭവിച്ചു, അതുകൊണ്ട് ദൈവം നിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകും. ഓരോ പാഠങ്ങൾ പഠിച്ചാണ് നമ്മൾ ക്രിസ്തുവിൽ വളർന്ന് പോണത്. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങ് എനിക്ക് നൽകുന്ന അനുഭവ പാഠങ്ങളുടെ അന്തസത്തകള് മനസ്സിലാക്കാൻ ആത്മജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. എന്നെയും എൻ
എൻ്റെ ഫാമിലിയെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി മാറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മൂത്ത കുഞ്ഞ്, മറ്റേത് എൻ്റെ ഇളയ കുഞ്ഞ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. 2023 ഒക്ടോബർ 8 ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുൻപേ എനിക്കൊരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനുണ്ട്. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി ഞാൻ കേട്ടത് യൂട്യൂബ് ചാനൽ വഴിയാണ്. അപ്പോൾ തന്നെ ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് കൊടുത്തു. എനിക്ക് ഗ്യാസിൻ്റെ അസിഡിറ്റിയും കലശലായ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആയുർവേദവും അലോപ്പതിയും 2-3 മാസത്തോളം ഞാൻ നോക്കിയായിരുന്നു. യാതൊരു കുറവും ഇല്ലായിരുന്നു. ആയതിനാൽ ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് കൊടുത്തത് പ്രകാരം അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഈ നിമിഷം വരെ ആ അസുഖം എനിക്ക് തിരിച്ചു വന്നിട്ടില്ല. 2023 ഒക്ടോബർ 8 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഈശോയ്ക്ക് നന്ദി പറയുവാനും മാതാവിനെ ഒന്ന് നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങാനും നന്ദി പറയുവാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആദ്യം ഇവിടെ വന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു കൂളിംഗ് എഫക്റ്റ്, അത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ളൊരു എഫക്റ്റ് എൻ്റെ മനസ്സിനും ശരീരത്തിനും തോന്നി. നല്ല മുല്ലപ്പൂ വാസന ഉണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുക എന്നൊരു ലക്ഷ്യം എനിക്കില്ലായിരുന്നു. കാരണം ഞാനൊരു നോൺ ക്രിസ്ത്യാനിയാണ്. അതിനുള്ളൊരു യോഗ്യതയില്ല എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ അമ്മ ഇവിടെ നിർത്തിയത് എല്ലാ കോടാനുകോടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തു അമ്മയെ വഹിച്ചു കൊണ്ടുവരുവാനുള്ള 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും അമ്മയെ വഹിച്ചു കൊണ്ടുവരാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. 3 നിയോഗങ്ങൾ എൻ്റെ വ്യക്തിപരമായ നിയോഗങ്ങളായിരുന്നു. ബാക്കി 3 നിയോഗങ്ങളും ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയുണ്ടായത്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ആദ്യം നിയോഗം വച്ചത്. എൻ്റെ മൂത്ത കുഞ്ഞിന് 10 വയസ്സായിരുന്നു. അപ്പോൾ രണ്ടാമതൊരു കുട്ടി വേണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ മൂത്ത കുഞ്ഞിന് ഭയങ്കര ആഗ്രഹം, അവനൊരു കുഞ്ഞുവാവേ വേണമെന്ന്. അങ്ങനെ 2 വർഷം അത് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെ കിട്ടിയില്ല. ഞങ്ങളെ പദ്ധതിയല്ല നടന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ നടന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു. IVF അല്ലാതെ വേറൊരു ചാൻസ് ഇല്ല, എഗ്ഗ് കുറവാണ്, ഉള്ള എഗ്ഗ് ക്വാളിറ്റി ഇല്ല, IVF സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഈശോയെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഈശോയോട് നല്ല അടുപ്പമായിരുന്നു. കൃപാസനത്തിൽ വന്നതിന് ശേഷം എനിക്കൊരു മാതാവിനെ ഈശോ തന്നു. മാതാവിനെ ഈശോയും മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു. 2024 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2 മാസമായപ്പോൾ ഞാനൊരു ഒരു സാക്ഷ്യം, ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയുണ്ടായി. ഒരു പെൺകുട്ടി വന്ന്, പ്രഗ്നൻ്റ് ലേഡിയാണ്, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. അച്ഛൻ അതിൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, ഈ കുട്ടിയെ നിനക്ക് കിട്ടില്ല, ഇത് ചാൻസ് കുറവാണ് മോളെ, വിഷമിക്കരുത്, മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ 2.5 മാസമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം കണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ സ്ക്രോൾ ചെയ്ത് മാറ്റി. പിന്നെ ഞാൻ അതങ്ങ് വിട്ടായിരുന്നു. പിന്നെ അടുത്ത സ്കാനിങ് ചെന്ന്, അടുത്ത 2 ആഴ്ച കഴിഞ്ഞുള്ള സ്കാനിങ്ങിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഹാർട്ട് ബീറ്റ് പൂർണ്ണമായിട്ട് നിലച്ചു, പ്രീവിയസ് സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പോഴത്തെ സ്കാനിങ്ങിൽ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നിലച്ചിരിക്കുകയാണ്. അത് മാതാവ് എനിക്ക് മുൻപേ കാണിച്ചു തന്ന സാക്ഷ്യത്തിലൂടെ മാതാവ് കാണിച്ചു തന്ന ഒരു സന്ദേശമാണെന്ന് ഞാൻ കരുതുന്നു. മനസ്സ് തളർന്നില്ല, വീണ്ടും പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിനെ കുഞ്ഞിനെ ഓർത്തായിരുന്നു സങ്കടം. കാരണം എൻ്റെ മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞുവാവി. പിന്നെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഹസ്ബൻഡ് ബേക്കിലോട്ട് പോകുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാലും, എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും എൻ്റെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. അങ്ങനെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയിരുന്നു. പിന്നെ ഓഗസ്റ്റിലായപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഇവിടെ വന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പറഞ്ഞു, വന്ന് സാക്ഷ്യം പറഞ്ഞോളണമെന്ന്. അങ്ങനെ ഡിസംബർ 6 2024 ഡിസംബർ 6 ഞാനിങ്ങനെ ബെഡിലിങ്ങനെ കിടക്കുകയായിരുന്നു, ഉറങ്ങുകയല്ല, നല്ല ബോധത്തോടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു, ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ പ്രാവശ്യമെങ്കിലും ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവായിരിക്കണമേ എന്ന്. അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ നാളിൽ തന്നെ, അതായത് ഡിസംബർ 7 ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പോസിറ്റീവാകുന്നു. ഞാൻ പെട്ടെന്ന് അതിനു മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ പോസിറ്റീവ് ആവണേന്ന് ഞാൻ പ്രാർത്ഥിച്ച ടൈമിൽ ഒരു കുട്ടി വന്ന് എന്നോട് നല്ല വോയിസ് ക്ലിയർ ആയിട്ടാണ് ഞാൻ കേട്ടത്. എൻ്റെ ഉറക്കത്തിലല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു.
ഇങ്ങനെ പറയുകയുണ്ടായി, ഈ പ്രാവശ്യം ഇയാൾക്ക് പോസിറ്റീവ് ആകുമെന്ന്, ഈ മാസത്തെ തന്നെ പോസിറ്റീവ് ആകുന്നു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, എനിക്ക് പോസിറ്റീവ് ആകുന്നു. വളരെ സന്തോഷമുണ്ടായി. മാതാവിനും ഈശോയോടും നന്ദി പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ അങ്ങനെ അമ്മയുടെ ദിവസം തന്നെ, അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ എനിക്കൊരു പോസിറ്റീവ് വാർത്ത കേൾക്കാനിട വന്നു. അത് അമ്മയുടെ അനുഗ്രഹമാണ്. അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താലാണ് ഞാൻ എനിക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞ് നിലനിൽക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് പൂർണ്ണമായി തന്നു. അങ്ങനെ വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി. ഫസ്റ്റ് സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ഒന്നും കാണാനില്ല, അടുത്ത സ്കാനിങ്ങിൽ വരണമെന്ന്. അങ്ങനെ അടുത്ത സ്കാനിങ് ചെന്നപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി, ഇത് ക്വാളിറ്റി ഇല്ല, ഇയാൾക്ക് എഗ്ഗ് കുറവാണെന്നല്ലേ പറഞ്ഞത്, ക്വാളിറ്റി ഇല്ല, കിട്ടില്ല. ഇയാളോടല്ലേ പറഞ്ഞ് IVF ചെയ്യണമെന്ന്, കിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരു ഷോക്കാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം 7-ാം തീയതിയാണ് എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമായിരുന്നു ഈ കുഞ്ഞിനെ എനിക്ക് നൽകുമെന്നുള്ളത്. അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. ഒക്ടോബർ 28, 2025 ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു. അതിനു മുന്നായി തന്നെ ഈ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് ഇമ എന്നാണ്. ഈശോയും മാതാവും തന്നത് കൊണ്ട് തന്നെ ഞാൻ ഇമ എന്ന് പേരിട്ടു. ഈശോയും മാതാവും തന്ന ഗിഫ്റ്റാണ് എനിക്ക് ഈ കുഞ്ഞ്. ആരോഗ്യത്തോടെ തന്നെ എനിക്ക് പ്രഗ്നൻസി ആ സമയത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ ആരോഗ്യത്തോടെ തന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലിപരമായിട്ട് ഒരു പ്രതിസന്ധി ഘട്ടം വന്ന് ഹസ്ബൻഡിന് ഫിനാൻഷ്യലി ഒരു ചീറ്റിംഗ് ഫേസ് ചെയ്യേണ്ടി വന്നു. അതിലൂടെ ഹസ്ബൻഡ് ഞാനും വളരെ വിഷമത്തിലായിരുന്നു. നമുക്കൊരു വഴി കാണിച്ച് തരണേ എന്ന് മാതാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും മാതാവ് ഒരു വഴി കാണിച്ച് തരികയും അതിലൂടെ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ രോഗസൗഖ്യമെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനും ഹസ്ബൻഡിനും എനിക്കും ആയാലും എന്നും ഞാൻ ഉടമ്പടി തൈലം, രാവിലെ ഉണർന്ന ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി കിടക്കാൻ നേരത്തും ഉപ്പും തൈലവും ഉപയോഗിക്കുമായിരുന്നു. അതിനെല്ലാം നമുക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുമായിരുന്നു. ഈ കുഞ്ഞിന് എൻ്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് 7-ാം മാസത്തിൽ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ചർച്ചിലൊക്കെ ചെല്ലുമ്പോൾ കെട്ടുകണക്കിന് കൃപാസന പത്രമാണ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഈ മനുഷ്യരിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് അവിടെ വയ്ക്കാനാണോ മനുഷ്യരിങ്ങനെ വാങ്ങുന്നത്? അങ്ങനെ എനിക്ക് അത് കാണുമ്പോൾ സങ്കടം വരും. പക്ഷേ അത് ഞാൻ എടുത്ത് സന്തോഷത്തോടെയാണ് ഞാൻ എടുക്കാറുള്ളത്. കാരണം എനിക്ക് പത്രം എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. എവിടെ പത്രം കണ്ടാലും ഞാനത് എടുത്ത് ആൾക്കാർക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ആ 7-ാം മാസത്തിൽ ഞാൻ നടന്ന് പത്രം കംപ്ലീറ്റ് വിതരണം ചെയ്യും. എനിക്ക് 4-5 കെട്ട് പത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വെട്ടുകാട് ചർച്ചിൽ നിന്നും കെട്ടുകണക്കിന് പത്രം കിട്ടു. ഒരു മനുഷ്യരും അത് എടുക്കാതെയാണ് പോകുന്നത്. ഞാൻ സന്തോഷത്തോടെ എടുത്ത് പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് പാവങ്ങളെ സഹായിക്കുമായിരുന്നു. പണ്ട് മുതലേ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ ഉള്ളത് 50 രൂപയാണ് എൻ്റെ പേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ 50 രൂപ ഞാൻ എടുത്ത് കൊടുക്കുമായിരുന്നു. പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കും, അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. പിന്നെ ആത്മീയമായി ഒരുപാട് വളർന്നിട്ടുണ്ട്. കാരണം ദൈവകൃപയിൽ ജീവിക്കുവാൻ ഒരു നോൺ ക്രിസ്ത്യാനിയായിട്ട് കൂടി എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഈശോ എങ്ങനെയാണെന്നറിയില്ല, ഈശോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഞാൻ മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പ്രാധാന്യം കൊടുത്താണ് എൻ്റെ ലൈഫ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ചെറിയൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും മാതാവ് എനിക്ക് വലിയൊരു നന്മയ്ക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ രീതിയിലുള്ളൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായത്. ഈശോയ്ക്കും മാതാവിനും സർവശക്തനായ പിതാവിനും പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം, ജപമാല ഡെയിലി ഞാൻ ചൊല്ലും, വചനം എഴുതും. ഒരു 4 ബുക്കോളം വചനം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഡെയിലി വായിക്കും. ബൈബിൾ വായിക്കും. ഒരു 6-7 ബൈബിൾ വായിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ജപമാല എന്ന് ചൊല്ലാറുണ്ട്. പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ സിറ്റുവേഷനിൽ കൂടെ ഒരു കുട്ടി ഇതുപോലൊരു പ്രഗ്നൻ്റ് ലേഡി കടന്നുപോയി. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ മാതാവിനെ കുറിച്ച് പറയുകയും നീ പ്രാർത്ഥിക്കണം, ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടിക്കും ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ മാതാവ് നൽകി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനുഭവം ഞാൻ കാണുന്ന എല്ലാ വ്യക്തികളോടും പറയാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഒരുപാട് പേര് അത് വേണ്ടെന്ന് നിരസ്കരിക്കാറുണ്ട്. അതെനിക്ക് അവരെ ഓർത്ത് സങ്കടമാണ്. കാരണം മാതാവിനെ അറിയാനുള്ളൊരു ഭാഗ്യം അവർക്കില്ല. ഞാൻ എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈശ്വരാ ഇത് അർഹതപ്പെട്ടവരെ കയ്യിൽ തന്നെ കൊണ്ട് എത്തിക്കണമേ, വേണ്ടാത്തവർക്ക് ഒരിക്കലും ഇത് അവർ തിരിച്ചെൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണേ. കാരണം അവർ വാങ്ങിച്ചു വെച്ചിട്ട് എവിടെ കൊണ്ട് കളയുന്നേക്കാളും അത് തിരിച്ചെൻ്റെ കയ്യിൽ തന്നെ കിട്ടുന്നതാണ് നല്ലത്. ആവശ്യമുള്ളവർക്കാണ് ദൈവത്തിനെ കൊണ്ട് ഉപയോഗം.
അങ്ങനെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയ്ക്കും തിരുകുമാരനും എന്നെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിനായി കോടി കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിനി ഗിരീഷ് എന്നാണ്. വെള്ളറടയിൽ നിന്ന് വരുന്നു. മോൻ്റെ പേര് അഫിരാമാണ്. എൻ്റെ സാക്ഷ്യം, എൻ്റെ മോൻ BSc നേഴ്സിംഗ് പഠിച്ച് ഓരോ വർഷവും 4ാമത്തെ വർഷം ഇപ്പം മെനങ്ങാന്ന് റിസൾട്ട് വന്നു. അവൻ റിസൾട്ട് വരുമ്പോൾ വന്ന് സാക്ഷ്യം പറയാമെന്ന് അമ്മയോടും തിരുകുമാരനും കൂടി ഈ കഴിഞ്ഞ മാസവും വന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതുകൊണ്ട് മെനങ്ങാന്ന് എൻ്റെ മോന് റിസൾട്ട് വന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ. ഓരോ വർഷവും പരീക്ഷ എഴുതുമ്പോൾ അവന് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു. പഠിക്കണതൊന്നും മറന്നു പോകുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു മോൻ്റെ പരീക്ഷ, മോൻ്റെ കൂടെ ഇരുന്ന് മാതാവ് അടുത്ത് ബെഞ്ചിലിരുന്ന് ഹാളിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. ഓരോ ഉത്തരവും മോന് അമ്മ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ സമാധാനപ്പെടുത്തുമായിരുന്നു. ഇന്ന് മെനങ്ങാന്ന് റിസൾട്ട് വന്നു. ഒരു ജയിക്കേണ്ട മാർക്കിന് വേണ്ടി ഞാൻ ഓരോ വർഷവും അമ്മയോട് ചോദിക്കുമ്പോഴും ഓരോ വർഷവും അവന് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും കൊടുത്ത് എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും അവനെ അനുഗ്രഹിച്ചു. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ. ഒരു വർഷവും അവന് ഒരു പേപ്പർ പോലും പോവാതെ അവൻ കൂടെ ഇരുന്ന് അമ്മ അവനെ പഠിപ്പിച്ചു. ഓരോ ദിവസവും പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഉടമ്പടി തൈലം ഹോൾ ടിക്കറ്റിൽ പുരട്ടാനും ഉടമ്പടി ഉപ്പ്, തേന്, മാതാവിൻ്റെ ലോക്കറ്റ് ഇതെല്ലാം കൊണ്ടുപോയി അവൻ പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അതിൻ്റെ ഫലം എൻ്റെ മാതാവ് അവന് കൊടുത്തു. അതുപോലെ ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ട് 1 വർഷത്തോളമായി. ആക്സിഡൻറ്റിൽ സ്കൂട്ടിയിൽ പോയിടത്ത് തെറിച്ച് വീണ് തലയടിച്ച് ഓർമ്മയൊന്നും ഇല്ലാതായി മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പോറൽ പോലും, വേറെ ഒരു ബ്ലഡിൻ്റെ ഒരു അംശം പോലും എൻ്റെ ശരീരത്തിന് പോവാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. അതുപോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. 2 ആഴ്ച മരുന്ന് കഴിക്കാൻ അവർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നത് കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല. വീണ്ടും ENT ഡോക്ടറെ കൊണ്ട് കാണിച്ച് മെഡിസിൻ 3-4 ദിവസം കഴിച്ചു. എന്നിട്ട് എനിക്ക് വയറിന് പ്രശ്നമായതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല. മാതാവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, മാതാവി എനിക്ക് ഈ തലചുറ്റലും ഛർദിലും കൊണ്ട് എനിക്ക് ഒരു ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അമ്മയുടെ മരുന്ന് എൻ്റെ കയ്യിലുണ്ടല്ലോ, അമ്മയുടെ ഉടമ്പടി തൈലം ഞാനിത് വിശ്വാസത്തോടെ ഞാൻ പുരട്ടെയാണ്. എനിക്ക് അമ്മ മാതാവ് ഇനി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് എനിക്ക് മാറ്റണ്ട, എനിക്ക് അമ്മയുടെ ഉപ്പും തേനും ഉടമ്പടി തൈലവും മതി എനിക്ക് മരുന്നെന്ന് പറഞ്ഞ് ദിവസവും ഞാൻ 2 നേരം ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി, തലയുടെ ഭാഗത്ത് ഇടിച്ച ഭാഗത്തെല്ലാം പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ അമ്മ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്ന് ഇന്ന് 1 വർഷത്തോളം ആകാൻ പോകുന്നു. ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അമ്മയോട് ഞാൻ ചോദിക്കുമ്പോഴും അമ്മ അത് സങ്കടത്തോടെ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം എൻ്റെ അമ്മ എനിക്ക് ഉത്തരം നൽകുന്നു. അതുപോലെ ഇനി എൻ്റെ മോന് ഒരു പ്രാക്ടീസിന് വേണ്ടി കയറാൻ ഒരു ആശുപത്രി ഏതാണ് അമ്മയ്ക്കും തിരുകുമാരനും ഇഷ്ടമുള്ളത് അവിടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതും എൻ്റെ മാതാവ് നടത്തിത്തരും, അത് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഈ 2022 മെയ് മാസം 3-ാം തീയതിയാണ് ഞാൻ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്നു മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനും എൻ്റെ മക്കളെ വിശ്വാസത്തിലോട്ട് വളർത്തുവാനും എനിക്ക് സാധിച്ചു. ഇന്നും അവരും ഞാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ഓരോരോ പുണ്യപ്രവർത്തികൾ, കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനും എൻ്റെ മക്കളും അത് ചെയ്യാൻ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയവരെ. അതുപോലെ ഞാനും എൻ്റെ മൂത്ത മകനും ആദ്യമായി കൃപാസനത്തിൽ വന്നപ്പോൾ വഴിയറിഞ്ഞൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ് കയറി ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഉടമ്പടി എന്താണ്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഇന്ന് കാണുന്ന ഈ കൃപാസന അല്ല, 4 വർഷത്തിന് മുമ്പേ അന്ന് വന്നപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? അത് ഉടമ്പടി എടുക്കാൻ. അപ്പോൾ ഞാൻ എന്തും വരട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. മാതാവ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു ഇത് തരുകയും ചെയ്യും. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ് എല്ലാം ചെയ്തു. പോയിട്ട് ഇന്ന് ചോദിച്ച് ഞാനും എൻ്റെ മോനും വന്ന ഇന്ന് 100 പേരെ വരെ 2 വലിയ ബസ്സിൽ വരെ എനിക്ക് മാസം തോറും കൊണ്ടുവരാൻ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും എന്നെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ കൊണ്ടുവന്ന ഓരോരുത്തർക്കും അവരവരെ എല്ലാ ആവശ്യങ്ങളും ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെല്ലാം അവർ സാധിച്ച് ഇവിടെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അമ്മ എന്നിൽ കൂടി ഈ ഇത്രയും എൻ്റെ ആ വെള്ളറട എൻ്റെ സ്ഥലത്ത് എൻ്റെ ഏരിയയിൽ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് ഞാനാണ്. അത് എന്തെന്ന് വെച്ചാൽ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാനും മോനും കൂടെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് തിരിച്ച് അടുത്ത മാസം 15 പേര് വരുന്ന ബസ്സിൽ പിന്നെ 25 പേരായി, പിന്നെ ഇപ്പോൾ 100 പേര് 2 ബസ്സിൽ വരെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ഞാനിവിടെ വന്നിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങളെല്ലാവർക്കും നിങ്ങൾ വയ്ക്കുന്ന നിയോഗങ്ങളെല്ലാം അമ്മ മാതാവ് സാധിച്ചു തരും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഗ്രൂപ്പുകളായിട്ട് ചേർന്ന് പൊതിച്ചോറ് ഓരോ വീട്ടിൽ നിന്ന് 5 പൊതി 2 പൊതി അങ്ങനെ വാങ്ങി 50 പൊതി ഊണൊക്കെ ഞങ്ങൾ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ആശുപത്രി, പാറശാല താലൂക്ക് ആശുപത്രി ഇവിടെയൊക്കെ കൊണ്ടുപോകും. പിന്നെ അതുപോരാതെ ഞാൻ എൻ്റെ കൈ കൊണ്ട് 10 പേർക്കെങ്കിലും 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ 10 പൊതി ഇല്ലെങ്കിൽ 2 പൊതി ഊണെങ്കിലും കൊണ്ടുപോയി എനിക്ക് കൊടുക്കാൻ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും സാധിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തന്നെ ഈ പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്ത് അവർക്ക് ഉടമ്പടി തൈലം, തേന്, ഉപ്പ്, കാശ് രൂപ ഇതെല്ലാം കൊണ്ടുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ഓരോരുത്തരും ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രി പോകുമ്പോൾ കാണിക്കകൾ തന്നു വിടുവാനും അവർക്ക് വരണമെന്ന് ആഗ്രഹം പറയുന്നവരും ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരും ഓരോ മാസവും ഞാൻ വരുന്ന വണ്ടിയിൽ ഒരാൾ പോലും പുതിയ ഉടമ്പടിക്കാരില്ലാതെ വരുന്ന മാസങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട, അമ്മ മാതാവിനെ മുറുകെ പിടിച്ചാൽ മതി. ചിലവർ വിചാരിക്കും എനിക്ക് 2 മാസമായിട്ട് നടക്കുന്നില്ല കാര്യം, 3 മാസമായിട്ട് നടക്കുന്നില്ലെന്ന്. നടക്കും. അമ്മ മാതാവ് നമ്മൾ പ്രാർത്ഥന 20 അച്ഛൻ ഇവിടെ പറയാറുണ്ട് 20 മിനിറ്റ് പ്രാർത്ഥനയും 20% പ്രാർത്ഥനയും 80% വന്നിട്ട് നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതാണെന്ന്. അതാണ് നമ്മൾ കാരുണ്യം. അടുത്തവരെ വിശപ്പറിയുക, അടുത്തവരെ അസുഖത്തിൽ നമുക്ക് ഒന്നും മാറ്റിയെടുക്കാൻ പറ്റൂല, എന്നാലും ഞങ്ങൾക്ക് പോയി അവരെ കണ്ട് പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ കയ്യിലുള്ള മരുന്നെന്ന് പറയുന്ന ഉടമ്പടി തൈലം, ഉപ്പ്, കാശ് രൂപം, തേന് ഇതൊക്കെ അവർക്ക് കൊടുത്ത് വിശ്വാസ പ്രമാണം പറഞ്ഞ് അവരെ സങ്കടത്തിൽ പങ്കുചേർന്ന് നമ്മൾ അവരെ കൂടെ നിൽക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് തരുന്നതിനെയും കാട്ടി പെട്ടെന്ന് അവർക്ക് അനുഗ്രഹം കൊടുക്കും. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അമ്മ മാതാവ് ഇനിയും ഓരോ നാട്ടിലും ഇനി അമ്മയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.